الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ടു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം. അതിലുപരി റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിപൂർണാർത്ഥത്തിൽ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആമുഖമായിക്കൊണ്ട് ഓതിവെച്ച സൂറത്തുൽ ഫാത്തിറിലെ 32-ാമത്തെ വചനത്തിൽ അള്ളാഹു 3 തരം അടിമകളെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അനന്തരമാക്കുവാൻ ഭാഗ്യം ലഭിച്ച അവന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ 3 തരക്കാരുണ്ട് എന്നാണ്. ഒന്നാമത്തെ തരം ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ ആളുകളാണ്, അഥവാ തിന്മകൾ യഥേഷ്ടം പ്രവർത്തിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ ടീം ഫമിൻഹും വമിൻഹും മുഖ്തസിദ്, അഥവാ ഒരു മിതമായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ഫർളായ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് ചെയ്ത് ഹറാമുകളൊന്നും വരാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ. മറ്റൊരു ടീമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളിലേക്ക് മുന്നിട്ട് വരുന്ന, നന്മകളിൽ ഓടി നടക്കുന്ന ചില ആളുകളുണ്ട്. ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അങ്ങനെ ആർക്കാണ് നന്മകളുടെ അവസരങ്ങൾ വീണു കിട്ടുമ്പോഴും മറ്റുമൊക്കെ നന്മകളിലേക്ക് ഓടി വരാനും അത് കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താനും കഴിയുന്നത്, അത് വലിയൊരു അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു ഔദാര്യമാണ് എന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഏതിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്.
കഴിവിന്റെ പരമാവധി സുന്നത്തുകളും ഒക്കെ ആയിക്കൊണ്ട് ഓടി നടക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടോ? ഇല്ല എങ്കിൽ ഇൻഷാ അള്ളാഹു വാഴ്ത്തിപ്പറഞ്ഞ് മൂന്നാമത്തെ ഗണത്തിൽ ഉൾപ്പെടാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും മികച്ച ഒരു അവസരത്തിലേക്കാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പ്രവേശിക്കാൻ നിൽക്കുന്ന. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, റമളാനിന്റെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് റമളാനിന്റെ ഒന്നാമത്തെ ദിവസമായ ആകാശ ലോകത്ത് നിന്ന് വിളി കേൾക്കുമെന്ന്. വനാദാ മുനാദിൻ മിനസ് സമാ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ. നന്മ ഉദ്ദേശിക്കുന്നവനെ, നിന്റെ സ്വർഗത്തിലേക്കുള്ള മുന്നോട്ടു പോക്കിൽ നല്ല പാതേയങ്ങൾ ഒരുക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ ഇനി നിന്റെ കാലമാണ് എന്ന് വിളിച്ചു പറയുമെന്നാണ് മഹാനായ താബിഈ വര്യൻ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ റമളാനെ വിശേഷിപ്പിച്ച് പറഞ്ഞ വാചകം എന്താണ്? ഇന്നല്ലാഹ ജഅല ശഹറ റമളാന മിൽമാറൻ ലിഖൽഖിഹി യസ്തബിഖൂന ഫീഹി ബിതഅതിഹി ഇലാ മർളാതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിനെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഒരു പന്തയമായി കൊണ്ടാണ്, ഒരു മത്സരമായി കൊണ്ടാണ് എന്നാണ്. എന്തൊരു പന്തയം കാണാൻ ആളുകൾക്ക് വല്ലാത്ത ആഗ്രഹമായിരിക്കും അല്ലെ? എന്തിലേക്കുള്ള പന്തയമാണ്? എന്തിലാണ് ആ ആളുകൾ കുതിച്ചു പായേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ യഥേഷ്ടം ജീവിതത്തിൽ കൊണ്ടുവന്ന് അവന്റെ തൃപ്തി നേടിയെടുക്കുവാനുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമളാൻ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിലേക്കുള്ള വല്ലാത്തൊരു അടുപ്പം സിദ്ധിക്കാൻ നമുക്ക് കഴിയുന്ന ഇതിനോളം വലിയൊരു അവസരം നമുക്ക് വരാനില്ല എന്നതാണ് സത്യം. ഏത് പാവപ്പെട്ട ആളുകളെയും പരിഗണിച്ച അവസ്ഥയിലാണല്ലോ ഇപ്പൊ ഇതുള്ളത് അല്ലെ? ഒരു ഹജ്ജിന് പോകണം എന്ന് വിചാരിച്ച ഒരാൾക്ക് അവിടേക്ക് എത്തണം, ശാരീരികവും സാമ്പത്തികവുമായ സുസ്ഥിതി ഉണ്ടാകണം. പക്ഷെ റമളാൻ എന്ന പുണ്യങ്ങളുടെ പൂക്കാലം അവന്റെ വീട്ടിലേക്ക് വരുന്നു, അവൻ കിടക്കുന്നിടത്തേക്ക് വരുന്നു. ഒരു മാറാ രോഗിയാണെങ്കിൽ പോലും അവൻക്കും ചിലതൊക്കെ ചെയ്തു വെച്ച് റഹ്മാനായ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുമെന്ന വല്ലാത്തൊരു സാഹചര്യമാണ് റമളാനിന്റെ ഓരോ ദിവസവും എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ ഏറ്റവും നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങളാണ് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ റമളാൻ കഴിയുമ്പോഴേക്കും നമ്മൾ എവിടെ എത്തണം എന്നറിയോ? അല്ലെങ്കിൽ റമളാൻ നമ്മൾ എന്തിനൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നറിയോ? ഒന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിനോടുള്ള അടങ്ങാത്തൊരു ബന്ധം ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ റമളാനിലൂടെ നേടിയെടുക്കാൻ കഴിയണം. അള്ളാഹുവിനോടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം അല്ലെ? അതെങ്ങനെ കഴിയുക? അതിനായി ഒന്ന് ഒഴിഞ്ഞിരിക്കണമെന്നാണ്. യബ്ന ആദം തഫറഗ ലിഇബാദതി അംല ഖൽബക ഗിന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയണത്, ആദം സന്തതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ ഒന്ന് മാറിയിരിക്കുക എന്നാണ്. നിന്റെ മനസ്സിൽ ധന്യത ഞാൻ ഇട്ടുതരാമെന്നാണ്. നിന്റെ ഭൗതിക ലോക ജീവിതത്തിലെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാം. നീ കാര്യങ്ങൾ എന്നോടൊന്ന് പറയാൻ വേണ്ടി സമയം കാണണമെന്നാണ്. സുഹൃത്തുക്കളെ, നമുക്കുണ്ടോ ആ ശീലം? ഇല്ല എങ്കിൽ ഈ റമളാൻ അതിനുള്ള വലിയൊരു അവസരമായി കൊണ്ട് കണ്ട് ജീവിതത്തിൽ എന്നും നമ്മൾ ഒരു സമയം ഇൻഷാ അല്ലാഹ് അവനവന്റെ ഓരോ അവസ്ഥകൾക്കനുസരിച്ചും നമ്മൾ തീരുമാനിക്കും. ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ എന്താക്കണം? ഒന്ന് ഒഴിഞ്ഞിരിക്കണം. ബാക്കിയുള്ള എല്ലാ ഏർപ്പാടുകളും ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ ചിന്ത മാറ്റിക്കളയുന്ന സോഷ്യൽ ഡിവൈസുകൾ അടക്കം നമ്മളൊന്ന് മാറ്റിവെച്ച് ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബിലേക്ക് നമുക്കൊന്ന് ചേർന്നിരിക്കാൻ കഴിയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ചേർന്നിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പുകാരന്റെ പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞു ഉത്തരം കിട്ടുമെന്നാണ് അല്ലെ? ഒരു നോമ്പുകാരനാകാ എന്ന് പറഞ്ഞ റബ്ബിന് ഏറെ ഇഷ്ടമുള്ള പ്രവർത്തനത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ പറ്റിയ വല്ലാത്തൊരു അവസരമാണ്. അങ്ങനെ നോമ്പുകാരനായിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് പോലും ഉത്തരം കിട്ടുമെന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബിലേക്കൊന്ന് ചേർന്നിരുന്ന് ഒന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. ഇതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് മായ്പിച്ചു കളയാൻ കഴിയണം. നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുഴുവനും നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ചുരുക്കി പറഞ്ഞാൽ റബ്ബിലേക്കൊന്ന് ചേർന്നിരിക്കുന്നൊരു സ്വഭാവം ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. ഓരോരുത്തരുടെയും അവസ്ഥ വ്യത്യസ്തങ്ങളായിരിക്കും. അവനവൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്നാമതായി സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് സുഹൃത്തുക്കളെ, കർമ്മങ്ങളിൽ ഗണ്യമായ വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴാണ് റബ്ബിനോടുള്ള ഈമാൻ കൂടുകയെന്നറിയോ? അൽ ഈമാനു യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. അഹ്ലു സുന്ന പറഞ്ഞു വെച്ചൊരു വാചകമാണ്. എന്താ അത്? ഈമാൻ എന്ന് പറഞ്ഞാൽ അത് നന്മകൾ ചെയ്യുമ്പോൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്.
റബ്ബിനെ കുറിച്ചുള്ള നിരന്തരമായ ബോധം മനസ്സിൽ കൊണ്ടു നടക്കണോ, നമ്മുടെ കൈകളിൽ സുഹൃത്തുക്കളുടെ അമലുകൾ ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ റമളാൻ അമലുകൾക്കുള്ള വലിയൊരു അവസരമാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് നിർബന്ധമായ കാര്യങ്ങളായിരിക്കണം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഖുദ്സിയായ ഹദീസിലൂടെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. എന്താ? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഫർതുഹു അലൈഹി. എന്റെ അടിമക്ക് ഞാൻ നിർബന്ധമായി കൊണ്ട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക വഴി എന്നിലേക്ക് അടുക്കണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. ഒരു അടിമയിൽ നിന്നും ഉടമയായ റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന രീതി ഏതാ? ഫർളായ കാര്യങ്ങൾ ഒരു വിടവും ഇല്ലാതെ ഏറ്റവും ഭംഗിയായിക്കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയുക എന്നതാണ്. അത് സുഹൃത്തുക്കളെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നമസ്കാരം. അതുകൊണ്ട് നമുക്കൊരു പ്രതിജ്ഞ വേണം. എന്താ പ്രതിജ്ഞ? റമളാനിൽ ഇൻഷാ അല്ലാഹ് എന്റെ ഒരു ജമാഅത്ത് പോലും ജമാഅത്തിലെ ഒരു വഖ്ത് പോലും ആദ്യം മുതൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ഇൻഷാ അല്ലാഹ് ഇമാമിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്നൊരു പ്രതിജ്ഞ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതൊരു 10-30 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയാത്ത വലിയ ഒരു സ്വഭാവമായി കൊണ്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഭാഗത്ത് പരിശ്രമം ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് സഹായിച്ചിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധ റമളാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ നമസ്കാരം തന്നെയാണ്. അതേപോലെ തന്നെ നിർബന്ധമാക്കിയ നമ്മുടെ നോമ്പ് ന്യൂനതകളില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, സുന്നത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് പിന്നീട് പറഞ്ഞത്. സുന്നത്തിൽ ശ്രദ്ധിക്കുക, കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ നമ്മൾ കൊണ്ടുവരിക. സുന്നത്തുകൾ എന്ന് ആദ്യം കുറിച്ച് പറയുമ്പോൾ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവരാനുള്ളത്. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ് റവാത്തിബ് നമസ്കാരം. ഇൻഷാ അല്ലാഹ് ശീലമില്ലാത്തവർ ശീലം ഉണ്ടാക്കിയെടുക്കണം. 12 റക്അത്ത് റവാത്തിബ് നമസ്കരിച്ചാൽ സുഹൃത്തുക്കളെ ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓഫർ നൽകിയില്ലേ? നാളെ പരലോകത്ത് നമ്മുടെ നിർബന്ധ നിസ്കാരത്തെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ അവിടെയുണ്ടാകുന്ന ന്യൂനതകൾ പരിഹരിക്കുവാൻ മലക്കുകളോട് ചോദിക്കും, അവന്റെ കൈകളിൽ വല്ല സുന്നത്തായ കർമ്മങ്ങളും ഉണ്ടോ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമളാനിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യമായ ഒരുക്കങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സുന്നത്തായ നിസ്കാരങ്ങൾ നമുക്ക് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റും? തഹിയ്യത്ത് നിസ്കാരമാകട്ടെ, ളുഹാ നിസ്കാരമാകട്ടെ, റവാത്തിബുകളാകട്ടെ, ഇനി ഒന്നുമില്ലേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റക്അത്തായിക്കൊണ്ട് എത്രയും നമുക്ക് നമസ്കരിക്കാമെന്നാണ്. അതൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ദിക്റുകളും സ്വതക്കുകളും ഒക്കെ സുന്നത്തായതല്ലേ എന്ന് വിചാരിച്ചൊന്നിനെ പോലും ചെറുതായി കാണാതെ, അതും എന്റെ നിബിധങ്ങൾ പഠിപ്പിച്ചതാണല്ലോ, അതിലും കൂലിയുണ്ടല്ലോ, അതുവഴി റബ്ബിലേക്ക് അടുക്കാൻ കഴിയുമല്ലോ എന്ന നിലക്ക് ഒരു പ്രത്യേക താല്പര്യം ഇൻഷാ അല്ലാഹ്, നല്ലൊരു സ്വഭാവം സുന്നത്തിന്റെ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പഠിപ്പിച്ച ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കണം. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ. നിർബന്ധമായ കാര്യങ്ങളൊക്കെ ക്ലിയറായി ചെയ്തിട്ട് കഴിവിന്റെ പരമാവധി സുന്നത്തുകളിൽ എന്റെ അടിമ മുന്നോട്ടു പോയി എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അവനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്നാണ്. സുഹൃത്തുക്കളെ, സുന്നത്തായ കർമ്മങ്ങൾ യഥേഷ്ടം കൊണ്ടുവരുന്ന ഒരു മനുഷ്യന് അവസാന റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടും. അവന്റെ ഇഷ്ടം സ്വീകരിക്കപ്പെട്ടാലോ ഫഇദാ അഹ്ബബ്തുഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സുറു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ്, നമ്മുടെ കണ്ണാവെന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് തൃപ്തിയുള്ളതേ പിന്നെ അവൻ കാണുകയുള്ളൂ, അല്ലാഹ്ക്ക് തൃപ്തിയുള്ളതേ പിന്നെ അവൻ സംസാരിക്കുകയുള്ളൂ, അല്ലാഹുവിന് തൃപ്തിയുള്ളതേ അവൻ പിടിക്കുകയുള്ളൂ, അല്ലാഹുവിന് തൃപ്തിയുള്ളതിലേക്ക് അവൻ ഓടി അടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, വലിയ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഈ കർമ്മങ്ങളുടെ ആധിക്യങ്ങളെ കൊണ്ട് കഴിയുമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് റമളാനിൽ എല്ലാ നിലക്കും അനുകൂല സാഹചര്യങ്ങൾ റബ്ബ് നമുക്ക് ഒതുക്കി തരുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു ഏരിയ അതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഈ റമളാനിലൂടെ ഈ ഒരു പദവിയിലേക്ക് അള്ളാഹു നമുക്ക് സംരക്ഷണ വലയം ഏർപ്പെടുത്തി തരുന്ന ഈ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ മുൻഗാമികൾ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഓടി നടന്നിരുന്ന ഒരു കാലമായിരുന്നു വിശുദ്ധ റമളാൻ. നമുക്ക് കാണാൻ കഴിയും അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഏത് മേഖല എന്നറിയാം? ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിച്ച മേഖല വിശുദ്ധ റമളാനിന്റെ അവതരണോദ്ഘാടനം നടന്ന മാസമാണ് റമളാൻ. ആ റമളാനിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത് പോലും അള്ളാഹു നമുക്ക് ഖുർആനിനെ സമ്മാനിച്ചതിനുള്ള ശുക്രാണെന്ന് റബ്ബ് പറയുമ്പോൾ
വിശുദ്ധ റമളാനിലേക്ക് കയറിയിട്ടും ഖുർആനുമായ ഒരു ബന്ധവുമില്ലാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു വിരോധാഭാസമാണ്. നമുക്കൊരിക്കലും അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ മുൻഗാമികൾ 60 തവണ 30 തവണ 10 തവണ ഒക്കെ ഖത്തം തീർത്ത മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവർക്കതിന് പ്രേരകമായത് എന്താണെന്നറിയോ? ഓരോ പേജുകൾ ഓതി തീർക്കുമ്പോഴും അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടായിരുന്നു എന്നതാണ്. സുഹൃത്തുക്കളെ, ഒരക്ഷരത്തിന് 10 എന്ന് പറയുമ്പോൾ 3 ലക്ഷത്തോളം വരുന്ന അക്ഷരങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ. ഒരു ഖത്തം തീർത്താൽ 30 ലക്ഷത്തിന് പുറത്താണ് നമ്മളെ കൂലി കാത്തിരിക്കുന്നത്. അത് നോർമലിയാണ്. റമളാനിലാകുമ്പോൾ കയ്യും കണക്കുമില്ലാതെ കിട്ടുമല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്നിനൊന്നും പ്ലാൻ ചെയ്താൽ പോരാ, 1 2 തവണയെങ്കിലും ഖത്തം തീർക്കാൻ ഒരു മനസ്സ് നമ്മൾ കാണിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാണത്. അൽഹംദുലില്ലാ, മുസ്ഹഫ് തന്നെ വേണമെന്നില്ലല്ലോ. നമ്മൾ പള്ളിയിലും മറ്റൊക്കെ വരുമ്പോൾ മുസ്ഹഫ് തന്നെ നമ്മൾ എടുക്കണം. അതല്ലാത്ത പുറത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് സമയം കിട്ടിയാൽ നമ്മുടെ മൊബൈലുകളിൽ അതുണ്ട്, അതെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്ക് ഓതാൻ പറ്റും, അല്ലെ? പീരിയഡ്സിലുള്ള ആർത്തവത്തിൽ നിൽക്കുന്ന സഹോദരിമാർക്ക് പോലും മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പാരായണത്തിനും ഒരു മുടക്കം വരാത്ത രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ സുഹൃത്തുക്കളെ, മുൻകാലത്തെ അപേക്ഷിച്ച് നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാണെന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഖുർആനിന്റെ ബന്ധമെന്ന് പറയുന്നത് കേവലം പാരായണത്തിൽ മാത്രമല്ല. നമ്മുടെ മുൻഗാമികൾ ഖുർആൻ പഠിക്കുക കൂടെ ചെയ്തിരുന്നു എന്നതാണ്. ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിക്കും. നമ്മളൊക്കെ എന്നും നിസ്കരിക്കുന്ന, നിസ്കാരത്തിൽ ഓതുന്ന ചെറിയ സൂറത്തുകളുടെയെങ്കിലും അർത്ഥം, ആശയം നമുക്കറിയുമോ? ആത്മാർത്ഥമായിക്കൊണ്ട് ചോദിച്ചു നോക്കി. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെടുക്കണോ? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നാളെ റഹ്മാനായ റബ്ബിനോട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേസ് ഫയൽ ചെയ്യുന്നു. എന്താ സംഭവം എന്നറിയോ? അല്ലാഹുവേ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഈ സമൂഹം ഈ ഖുർആനെ അവഗണിച്ചു എന്നാണ്. എങ്ങനെയാണ് ഖുർആനോടുള്ള അവഗണന എന്ന് പറയുമ്പോൾ ഒരു പാരായണം മാത്രമല്ല, പഠിക്കാതെ പോയി എന്നതാണ് ഒരു അവഗണനയുടെ ഒരു മാനം. അത് ഹിഫ്ളാക്കാൻ പരിശ്രമിച്ചില്ല എന്നതാണ് അവഗണനയുടെ ഒരു മാനം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കഴിവിന്റെ പരമാവധി പാരായണവും നടക്കണം, അത് പഠിക്കാനുള്ള സമയവും നമ്മൾ കാണണം, അത് അല്പാൽപമായി ഹിഫ്ളാക്കുവാനുള്ള ഒരു സമയവും നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊരു കാര്യം അവർ ശ്രദ്ധിച്ച് രാത്രി നിസ്കാരം തന്നെയായിരുന്നു സുഹൃത്തുക്കളെ. അവരുടെയൊക്കെ സുദീർഘമായ നിസ്കാരങ്ങളായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇശാ നിസ്കാരം കഴിഞ്ഞ് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അത്താഴത്തിന് സമയമാകുമ്പോഴായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ നിസ്കാരമൊക്കെ അവസാനിച്ചെന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ നിസ്കരിക്കണതോ 11 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂർ മാക്സിമം. എന്നാൽ ആ 1 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് മനസ്സ് തട്ടിയിട്ടൊന്ന് ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് വിലയിരുത്തണം. പലപ്പോഴും തടസ്സം അമിത ഭോജനമാണ്. പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് ആർത്തിയോടുകൂടെ കഴിക്കുമ്പോൾ പലപ്പോഴും തറാവീഹിന്റെ ആ ഒരു സൗന്ദര്യം പലപ്പോഴും നമ്മുടെ അമിത ഭോജനം തടസ്സപ്പെടുത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതിരിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. എന്താ അല്ലാഹു റസൂൽ പറഞ്ഞത്? ഒന്ന്, അവന്റെ പാപങ്ങൾ പുറത്തു തരാമെന്നാണ്. മാത്രമല്ല, റമളാനിലെ രാത്രി നിസ്കാരം ആ രാത്രി മുഴുവൻ നിസ്കരിച്ച് കൂലി കിട്ടുന്ന ഏർപ്പാടെന്ന് പറയുമ്പോൾ അതൊക്കെ ആ നിലക്ക് നിർവഹിച്ചാലല്ലേ കിട്ടുള്ളൂ. ആരെയെങ്കിലും ബോധിപ്പിക്കാനോ കടമ തീർക്കാനോ ചോദ്യശകരങ്ങൾ ഭയന്നോ തറാവീഹിനെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് വല്ല കിട്ടലുമുണ്ടോ? അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മുടെ മുൻപിൽ പ്രതിഫലങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിൽ നാട്ടിവെച്ചാൽ പിന്നെ നമ്മൾ ആരും തെളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്രമീകരണങ്ങൾക്ക് പ്രത്യേകിച്ച് വയലുണ്ടെന്ന് ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ, ആ റമളാനിലെ തറാവീഹ് നിസ്കാരങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ ഈ ഒരു സമയത്ത് നമുക്ക് കഴിയണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. നോമ്പ് നോൽക്കുക മാത്രമായി നമ്മുടെ മുൻഗാമികൾ ചെയ്തിരുന്നത്, നോമ്പ് തുറപ്പിക്കുക കൂടെ ചെയ്തിരുന്നു. കാരണം എന്താ? നമുക്കൊരു ദിവസം ഒരു നോമ്പെടുക്കാനേ കഴിയൂ. പക്ഷെ ഒരാള് നോമ്പുകാരനായ ഒരു മനുഷ്യന് നോമ്പ് തുറപ്പിച്ചാലോ, മൻ അഫ്തറ സായിമൻ കാന ലഹു മിസ്ല ഉജൂരിഹിം, അവരുടെ അതേ പ്രതിഫലം ഈ മനുഷ്യർക്ക് കിട്ടുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു സാമ്പത്തിക സുസ്ഥിരതയ്ക്കനുസരിച്ച് എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇത്ര പേരെ എന്റെ വകുപ്പിൽ എന്റെ ചെലവിൽ ഞാൻ നോമ്പ് തുറപ്പിച്ചിരിക്കും എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകും. 30 പേരെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ പറ്റുമോ? 30 നോമ്പ് എക്സ്ട്രാ എടുത്ത കൂലി നമ്മളെ കാത്തിരിക്കുന്നു എന്ന ആ ഒരു സന്തോഷ വാർത്ത നമ്മൾ അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ മുൻഗാമികളുടെ സമയം വളരെ ഗൗരവത്തിൽ കൃത്യമായ ശരിക്കളന്ന് മുറിച്ച് ഉപയോഗപ്പെടുത്തിയവരായിരുന്നു.
ഫുൾ സമയവും അല്ലെങ്കിൽ സിംഹഭാഗം ഉറങ്ങിത്തീർത്തവരായിരുന്നില്ല. ടൈം പാസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്ത് കളഞ്ഞവരായിരുന്നില്ല. മറിച്ച് അവർ ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിന് പിന്നെ ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും ഖുർആന്റെ പാരായണത്തിന് വേണ്ടിയിട്ടും പഠനത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ജീവിതോപാധി തേടിയിട്ടുള്ള കുടുംബത്തിന് വേണ്ട അധ്വാനങ്ങൾക്കൊക്കെയും അവർ സമയം കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം അവർ റെസ്റ്റും എടുത്തിരുന്നു. ഓരോന്നിന് കൃത്യമായ ഹക്ക് അവർ കൊടുത്തിരുന്നു എന്നതാണ്. അതുകൊണ്ട് ചിട്ടയായ ജീവിതം ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നല്ല ചിട്ട പാലിക്കുന്നവർ പോലും പലപ്പോഴും റമദാൻ മാസം വരുമ്പോൾ ഉള്ള ചിട്ട ഇട്ടു വീഴുന്നൊരു ദുരന്തം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുഹൃത്തുക്കൾ നമ്മൾ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നത് അറിവ് നുകരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതാണ്. എപ്പോഴതൊക്കെ ചെയ്യണം നമുക്ക് തോന്നുക അറിവുകൊണ്ട് ശരിക്കും നമ്മൾ കിട്ടുമ്പോഴല്ലേ സുഹൃത്തുക്കളെ. അൽ ഇൽമു ഖബല ഖൗലി വൽ അമൽ, എന്ത് പറയുന്നതിന് മുൻപും പ്രവർത്തിക്കുന്നതിന് മുൻപ് ഇൽമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എന്താണെന്നറിയോ, അറിവ് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് മേഖല അൽഹംദുലില്ലാഹ് നമുക്കുണ്ട്. ഇപ്പൊ റമദാൻ വിജ്ഞാന വേദികളൊക്കെ പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇൻഷാ അല്ലാഹ് ചെറിയ ഷെഡ്യൂളുകളൊക്കെ വരുത്തി അത്തരം ദീനി സദസ്സുകളിൽ പോയിരുന്ന് അള്ളാഹുവിന്റെ ദീന് കേൾക്കാനും പഠിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. വായനയിലൂടെ കേൾവിയിലൂടെ ഒക്കെ നമുക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, ആ ഒരു രംഗത്ത് നിസ്തുലമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയാണല്ലോ പീസ് റേഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈലുകളിൽ ഉണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. 24 മണിക്കൂറും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ കറകളഞ്ഞ ദീനിനെ കേൾക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ഡാറ്റ ഉപയോഗിച്ച് പിന്നെ ഒരു ഉപകാരമില്ലാത്ത പലതും കണ്ടും കേട്ടും ഇരിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തെ ശരിക്കടയാളപ്പെടുത്താൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിന് അർത്ഥതലം നമുക്ക് കൈവരിക്കാൻ ഉതകുന്ന ശാന്തിയും സമാധാനവും റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയും നിതാന്തമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ സംവിധാനം സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? യാത്രകളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ ഒരു ജോലിക്കും അത് തടസ്സമില്ലാത്ത വിധം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് ദീനിന്റെ സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്ന മേഖല 24 മണിക്കൂറും അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള അവസരത്തെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ ഒരു ക്രമീകരണമൊക്കെ വരുത്തി സാധ്യമാകുന്ന എല്ലാ മേഖലകളിലൂടെയും അള്ളാഹുവിന്റെ ദീന് കൂടെ ദിനേന പഠിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിനും ഒന്ന് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇൻഷാ അല്ലാഹ് റമദാനിലേക്ക് നമുക്ക് കടക്കാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബിൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, എല്ലാ നന്മകളിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ റമദാനിൽ നമ്മുടെ കുടുംബത്തെ കൂടെ കൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. നിങ്ങളെ തടി മാത്രം കാത്താൽ പോരാ, നിങ്ങളെ തടി മാത്രം കാത്താൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെ കൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഒരു ശ്രദ്ധ പൊതുവേ നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. പുണ്യങ്ങളുടെ പൂക്കാലമായി വിശുദ്ധ റമദാനിൽ നമ്മളൊക്കെ ഒരു ഭാഗത്ത് ഇബാദത്തും ഖുർആൻ പാരായണ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക. നമ്മുടെ സഹോദരിമാർ അവർ കേവലം അടുക്കളയിൽ തളച്ചിടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാരിച്ച ഒരു ജോലി അവർക്ക് റമദാനായി എന്നുള്ള പേരിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കാതിരിക്കുക. ഒരു പരിമിതം പലപ്പോഴും നോമ്പ് തുറയുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന പേരിലാണ് പലപ്പോഴും നല്ലൊരു സമയം നമ്മുടെ സാധുക്കളായ സഹോദരിമാരുടെ സമയം പോകുന്നത്. സുഹൃത്തുക്കൾ, അവിടെ ഒരു ക്രമീകരണം വരുത്തി അവർക്ക് കൂടെ അവരുടെ ഇബാദത്തിനെ നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ വിഭവങ്ങൾ മതി എന്ന് കുടുംബം ഒന്നാകെ തീരുമാനിച്ചാൽ അവരെ കൂടെ ആ സ്വർഗത്തിലേക്ക് കൈപിടിച്ചും ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാമല്ലോ. അവരും ദീനി സദസ്സുകളിൽ ഉണ്ടാകണം, അവരും പള്ളികളിൽ തറാവീഹുകൾക്ക് ഉണ്ടാകണം, അവസാനത്തെ ഇഅ്തികാഫിന് അവരും ഉണ്ടാകണം, എല്ലാ നന്മകളിലും അവരും നമ്മുടെ കൂടെ ഉണ്ടാകണം. അങ്ങനെ 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 നന്മകൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് നന്മയുടെ വഴിയിൽ ഒരുപോലെ നടന്ന് നന്മ ചെയ്ത ആളുകൾക്ക് റഹ്മാനായ റബ്ബ് കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൈപിടിച്ച് കടന്നു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് കുടുംബം ആ നിലക്ക് നമ്മൾ പ്രത്യേകം മനസ്സിൽ പ്ലാൻ ചെയ്യുക. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾ, നമ്മുടെ മുൻഗാമികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എല്ലാ നന്മകളും നമ്മൾ ശീലിക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ വളർന്നു വരുന്ന മക്കളെ കൂടെ നമ്മൾ പ്രത്യേകം പരിശീലിപ്പിച്ചേ പറ്റും. അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ
നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് തുടക്കം കൊടുത്ത ആ ഒരു നന്മയുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കാലം അത്രയും നമ്മുടെ ആറടി മണ്ണിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുമെന്ന ഒരു സുന്ദരമായ ഒരു അവസ്ഥ നമ്മൾ നല്ലോണം ആലോചിക്കണം സുഹൃത്തുക്കളെ. അതിന് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല രൂപത്തിലൊരു ടൈം ടേബിൾ, ഒരു റമദാൻ ചെക്ക് ലിസ്റ്റ് എന്ന ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവരായിരിക്കും നല്ലൊരു സിംഹഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ചെറിയൊരു റമദാൻ അവരുടെ അമലുകൾ മുഴുവൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അത് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു സംവിധാനം നമ്മുടെ കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 10 രൂപ മാത്രമേ ഉള്ളൂ. അതിലെന്തൊക്കെയുണ്ടെന്ന് അറിയുമ്പോൾ അതിൽ രാവിലെ അത്താഴം കഴിച്ചത് മുതൽ അവരുടെ ദിവസത്തിൽ റമദാൻ ഉപയോഗപ്പെടുത്താൻ അവരുടെ കൈകളിൽ ഉണ്ടാകേണ്ട എല്ലാ പ്ലാനിങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് മാതാപിതാക്കളെ സഹായിച്ചോ എന്നൊരു ചോദ്യം പോലും അതിലുണ്ട്. അപ്പൊ എന്താ അറിയോ, അതൊക്കെ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി തീരുമാനിച്ചാൽ നന്മയല്ലാതെ ഒന്നും ആ കുഞ്ഞ് ശീലിക്കൂല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരു പ്ലാനിങ്, ഒരു ചെറിയ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല നന്മയിലൂടെ വളർത്തിയെടുക്കാൻ കഴിയും. അതിന്റെ എല്ലാം ഒരു ഓഹരി നമ്മുടെ കബറിലേക്കും എത്തും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പരിചയത്തിലുള്ള എത്ര മക്കളുണ്ടോ അവർക്ക് നമ്മുടെ റമദാനിന്റെ ഒരു ഗിഫ്റ്റ് ആയിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അതൊരു 10 രൂപ ഒരു പേപ്പർ നമ്മൾ മുടക്കിയിട്ട് അത് കൊണ്ടുപോയി കൊടുക്കുക സുഹൃത്തുക്കളെ. ആ ഒരു ഷീറ്റ് കാരണമായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ അതൊരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടെ അവരതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ എല്ലാം ഒരു ഓഹരി ഇൻഷാ അല്ലാഹ് നമ്മുടെ കബറിലേക്ക് കൂടെ എത്തുമെന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കി പുറത്ത് കൗണ്ടറിൽ അത് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാവരും നല്ല നിലക്ക് സഹകരിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഒരു സർക്കിളിലുള്ള കുട്ടികളെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒന്ന് നിയ്യത്തിന്റെ കാര്യമാണ്. നിയ്യത്ത് എന്ന് പറയുമ്പോൾ പല ആളുകളും ചൊല്ലിപ്പറയുന്ന രൂപമുണ്ട്. അത് ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിൽ കരുതലാണ്. എപ്പോഴാണ് കരുതേണ്ടത്? രാത്രി കടക്കുമ്പോൾ തന്നെ നാളെ ഞാൻ നോമ്പുകാരനാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഫജറിന് മുൻപ് തന്നെ നോമ്പ് വെക്കണമെന്നാണ്. ഇത് റമദാന്റെ വിഷയത്തിൽ പ്രത്യേകം പറയാനുള്ള കാരണം സുന്നത്തിലേക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇല്ല എന്നുള്ളതാണ്. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഒരാള് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് തീരുമാനിക്കാം? ഇന്ന് ഈ സമയത്ത് എനിക്ക് നോമ്പാണ് തീരുമാനിച്ചത്, അദ്ദേഹത്തിന് നോമ്പ് തുടങ്ങിയെന്നാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം റമദാൻ മാസത്തിൽ നിർബന്ധ നോമ്പുകൾക്കില്ല. അതുകൊണ്ട് രാത്രി തന്നെ ഇൻഷാ അല്ലാഹ് നാളെ നോമ്പ് നോൽക്കണം എന്നൊരു കരുതൽ, അതിന്റെ പേരാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, പല ആളുകളും പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ഒന്നാണ് അത്താഴം എന്ന് പറയുന്നത്. ഒരിക്കലും ചെയ്യരുത്. വലിയ നഷ്ടമായിരിക്കും അത്താഴത്തിൽ സ്കിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുക. ഒന്നെന്താണെന്നറിയോ? അത്താഴം എന്ന് പറഞ്ഞാൽ തന്നെ ബറക്കത്തുള്ള ഭക്ഷണമാണ്. തസഹറൂ ഫഇന്ന ഫിസ്സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, കാരണം അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്നും മലക്കുകൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അത്താഴത്തിന് നമ്മൾ എടുക്കേണ്ട മെനുവിനെ കുറിച്ച് പോലും പ്രവാചകൻ സൂചിപ്പിച്ചു. നിഅമ സഹൂരിൽ മുഅ്മിനി അത്തംറു. ഏറ്റവും അത്താഴത്തിന് ഏറ്റവും നല്ല യുവം എന്ന് പറയുന്നത് ഈത്തപ്പഴമാണ് എന്നതാണ്. സുഹൃത്തുക്കളെ, പല ആളുകളും അത്താഴം കഴിക്കും. എപ്പോഴെന്നറിയോ? വളരെ നേരത്തെ അത്താഴം കഴിച്ച് ഉറങ്ങുന്ന ആളുകളുണ്ട്. വിശപ്പോടുകൂടെ സുബഹിലേക്ക് പോകണം. ആരോ എവിടെയോ പഠിപ്പിച്ചൊരു തത്വം ഇപ്പോഴും പേറി നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴം കഴിച്ച സമയവും സുബഹി ബാങ്കിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെ കുറിച്ച് സ്വഹാബാക്കൾ പറഞ്ഞു, ഖദർ 50 ആയ 50 ആയത്തുകൾ ഓതി തീർക്കാനുള്ള ഒരു സമയമേ പ്രവാചകന്റെ അത്താഴവും ബാങ്കും സുബഹി ബാങ്കും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അതുകൊണ്ട് അത്രയും ഏറെ എടുത്തു നിൽക്കുന്ന ഒരു സമയത്താണ് അത്താഴം കഴിക്കേണ്ടത് എന്നും ആ അത്താഴം കഴിച്ച ഉടനെ പിന്നെ സൊറ പറഞ്ഞിരിക്കുകയല്ല, കഴിയുമെങ്കിൽ 1-2 പേജ് ഓതാനുള്ള ഒരു സമയം കൂടെയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പല ആളുകളും നോമ്പ് തുറക്കലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അനാവശ്യമായി സമയം വൈകിപ്പിക്കാറുണ്ട്. ഇത്രയൊക്കെ കാത്തുക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഇനി കുറച്ചുകൂടി കാത്തുന്നാൽ എന്താ ഒന്നുകൂടി ഉറച്ചോട്ടെ എന്നാണ്. അങ്ങനത്തെ രീതി സുന്നത്തിനെതിരാണ്. പ്രവാചകൻ പറഞ്ഞു, നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി കാണിക്കുക എന്നുള്ളത് അത് ഖൈറാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോമ്പിന്റെ സമയം ആകുന്നതിന് മുമ്പ് നോമ്പ് തുറക്കിനെ കുറിച്ചല്ല പറഞ്ഞത്. നോമ്പ് തുറക്കാൻ വേണ്ടി നേരത്തെ കാര്യങ്ങൾ ഒരുക്കി വെക്കണമെന്നും അതിന് മുമ്പിലിരിക്കുമ്പോൾ നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ്.
പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ്. നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴമുണ്ടെങ്കിൽ അതാദ്യം കഴിച്ച്, അതുമില്ലെങ്കിൽ കാരക്ക കഴിച്ച്, അതുമില്ല എങ്കിൽ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കണമെന്നാണ് പ്രവാചകന്റെ ഒരു സുന്നത്ത്. അതുപോലെ നമ്മൾ ഒരിക്കലും ആ ഒരു ഓർഡർ പോലും തെറ്റിക്കാതിരിക്കുക. എന്തിനാ നമ്മളൊരു സുന്നത്ത് വെറുതെ കളയുന്നത്? ആ ഒരു ഓർഡറിന് പോലെ സുന്നത്തെന്ന് പറയുമ്പോൾ അത് കിട്ടട്ടെ നമുക്ക്. ഇനിയോ ആ നോമ്പ് തുറക്കൽ കഴിഞ്ഞ ഉടനെ പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്, അല്ലെ? പ്രവാചകൻ ഉടനെ കടിച്ചുടനെ പ്രാർത്ഥിക്കണം എന്നല്ല, നമുക്ക് ആ ഒരു വെള്ളത്തിന്റെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതവിടെ എത്തിയെന്നുള്ളത്. അപ്പോ പ്രവാചകൻ പറഞ്ഞ പ്രാർത്ഥന നാടി നരമ്പുകളൊക്കെ നനഞ്ഞു, ദാഹമൊക്കെ പോയി, അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ നോമ്പിന് എന്തൊക്കെ കൂലിയുണ്ടോ അതെല്ലാം ഉറച്ചു എന്നാണ് അവിടെയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും പല ആളുകളും നോമ്പുമായി ബന്ധപ്പെട്ട അനാവശ്യമായ വസ്വാസുകൾ വെച്ച് പുറത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും. മുങ്ങി കുളിക്കാൻ പാടില്ല, ശരീരത്തെ തണുപ്പിക്കാൻ പാടില്ല, അതേപോലെ തന്നെ പല്ല് തേക്കാൻ പാടില്ല, കണ്ണിലും അതേപോലെ തന്നെ സുറുമിടാൻ പാടില്ല, അല്ലെങ്കിൽ കണ്ണില് മൂക്കില് പിന്നെ അതേപോലെ തന്നെ ചെവിയിൽ പിന്നെ തുള്ളിമരുന്ന് ഒറ്റിക്കാൻ പാടില്ല എന്നുള്ളത്. മൂക്കിൽ ഒരിക്കലും ഒറ്റിക്കാൻ പാടില്ല, കാരണം മൂക്കിൽ ഒറ്റിച്ചു കഴിഞ്ഞ് നേരെ തൊണ്ടയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു മൂക്കിലല്ലാത്ത കണ്ണിലോ ചെവിയിലോ മരുന്ന് ഒറ്റിക്കലും കൊണ്ട് പ്രശ്നമില്ല എന്നതാണ്. അതേപോലെ തന്നെ രക്തം എടുക്കുക, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ രക്തം എടുക്കണം എന്ന് പറഞ്ഞാൽ രക്തം എടുത്താൽ നോമ്പ് മുറിയോന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇല്ല. അതേപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മരുന്നിന്റെ ആവശ്യാർത്ഥം എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷനോ മറ്റൊക്കെ എടുത്തതുകൊണ്ട് നോമ്പ് മുറിയുന്ന സാഹചര്യം ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഭക്ഷണത്തിന് പകരമായ ഒരു കുത്തിവെപ്പ് ഏതായാലും പറ്റൂല. ഒരു ഗ്ലൂക്കോസ് കയറ്റി ഒരു നോമ്പ് മുറിയും. കാരണം എന്താ? ഭക്ഷണം കൊണ്ട് കിട്ടുന്നത് എന്താണോ അത് അതുകൊണ്ട് കിട്ടുകയാണ്. ഭക്ഷണത്തിന് പകരമായ ഒരു കുത്തിവെപ്പല്ലാത്ത ബാക്കിയുള്ളതെല്ലാം പറ്റുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായ വസ്വാസുകൾ നമ്മൾ ഒഴിവാക്കുക. സംശയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് അറിയുന്ന ആളുകളോട് ചോദിച്ച് റാഹത്തായ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അവൻ എങ്ങനെ എന്തെല്ലാം ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിൽ കണ്ടിട്ടുണ്ടോ, എന്തെല്ലാം ശീലങ്ങൾ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്, അതെല്ലാം നേടിയെടുക്കാനും ഏറ്റവും കുറ്റമറ്റതായ ഒരു നോമ്പ് കാഴ്ചവെച്ച് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ പ്രത്യേകം പ്രാർത്ഥന വേണ്ട ഒരു സുഹൃത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. അഷ്റഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പിന്നെ ഇന്നലെ നമ്മളെ വിട്ടു പിരിഞ്ഞു. അദ്ദേഹം പിന്നെ ഒരൽപ്പം മാരകമായ രോഗത്തിന് വിധേയമായ ഘട്ടത്തിലും നമ്മുടെ ഇതേ പള്ളിയിൽ പിന്നെ ഖുതുബക്കും മറ്റുമൊക്കെ വന്നിരുന്ന ഒരാളാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ഖബറിലാണ്. നമുക്കറിയില്ല എന്തൊക്കെയാണ് നാളെ നമ്മുടെ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ വലിയ ചിന്ത ഉണർത്തേണ്ട കാര്യമാണ്. നമ്മളെക്കാളൊക്കെ എത്രയോ പ്രായം കുറവുള്ള ഒരു സുഹൃത്ത് അല്ലേ, ഇന്ന് ഖബറിനടിയിലാണ്. ഈ റമദാൻ കിട്ടില്ല എന്നൊന്നും അദ്ദേഹം ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞില്ല. റമദാന്റെ തൊട്ട് മുമ്പിൽ വെച്ച് അദ്ദേഹം പോയി. ഏതായിരുന്നാലും പോയ ഇടം റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുന്നതോടൊപ്പം ചെയ്യാൻ കഴിഞ്ഞ മുഴുവൻ നന്മകളും അല്ലാഹു ഇരട്ടിയായി അദ്ദേഹത്തിന് ഖബറിൽ സംവിധാനിച്ച് ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ റമദാനെ പരിപൂർണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തി നീ ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിലേക്ക് കുതിക്കാനുള്ള ഒരു അവസരമാക്കി റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ സംവിധാനിച്ചു തരണമേ റഹ്മാനെ. ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ഏറ്റവും നല്ല രൂപത്തിൽ ഓടി നടന്ന് കർമ്മങ്ങൾ ചെയ്യാനുള്ള അപാരമായ തൗഫീഖ്, തുല്യതയില്ലാത്ത തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കെഞ്ചി ചോദിക്കുന്നു. ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم.